2021 മോഡൽ ഒരു ക്രെട്ടയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു വാഹനമാണിത്. ഡീസൽ വേരിയന്റിൽ വരുന്ന ഒരു വാഹനം. ഏകദേശം 50,000 കിലോമീറ്റർ ഈ വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഒരു വാഹനം കൂടിയാണത്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ടയർ എന്ന് പറയുന്നത് ഏകദേശം 60% മുകളിൽ ടയറുണ്ട്. അതുപോലെ ബാക്ക് ടയർ എന്ന് പറയുന്നത് 90% മുകളിൽ വരുന്ന ടയറുകളുള്ള ഒരു വാഹനം കൂടിയാണിത്. നമുക്ക് അടുത്ത് അറിയേണ്ട അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളുമാണ്. നല്ല നീറ്റായിട്ട് തന്നെ ഇന്റീരിയറും കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സീറ്റ് കവറും കാര്യങ്ങളും, അതുപോലെ ഡാഷ്ബോർഡ്, അതുപോലെ ടച്ച് സ്ക്രീനും EC സിസ്റ്റം ഒക്കെ എല്ലാ AC എല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നല്ല പുതുപുത്തനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം കറക്റ്റ് അറിയാം. കാരണം കറക്റ്റ് ഈ ഒരു വേരിയന്റിൽ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഏറ്റവും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ട. നല്ല സുഗമമായ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണത്. സുഖമായിട്ട് 5 പേർക്ക് ഒരു ഫാമിലിയിൽ എല്ലാവർക്കും സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതുപോലെ ബൈക്ക് സീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് 3 പേരെന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യം 4 പേർക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണത്. ഇപ്പം ബൈക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് വലിയ രീതിയിൽ റീപ്ലേസ്മെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം കൂടിയാണത്. അപ്പം എഞ്ചിൻ റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്കാ നീറ്റായിട്ടിരിക്കണം. ജസ്റ്റ് ചെറിയ പൊടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കൊണ്ടുനടത്താൻ പറ്റുന്നതാണ്. വേറെ ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം ഇതിന്റെ പ്രൈസാണ് നമുക്ക് അറിയേണ്ടത്. 13 ലക്ഷം രൂപയാണ് നമുക്ക് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും.